Sunrise in Bangkok, fascinating city, always on the run. Sunrise in Bangkok, people having fun, lazing in. Sunrise in the Bangkok, let's hit the beach, baby, here we go. Sunrise in the Bangkok, സർ, യെസ്. ഞാനാ ശരൺ. ഓ ശരൺ, ഐ എം മുത്തേജ്. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ ഓഫീസ്. ഏയ് ഗണേഷ്, ദിസ് ഇസ് ശരൺ. ഹായ്. ബബ്ലു, ശരൺ. ഹായ് ശരൺ. ഗുഡ് മോർണിംഗ് ശരൺ, വെൽക്കം ടു ബാങ്കോക്ക്. ഓ ഹലോ സർ. ഹലോ. നൈസ് ടു മീറ്റ് യു. എൻ്റെ പേര് പെട്ടെന്ന് എന്റെ അടുത്ത് വർക്ക് ചെയ്യേണ്ട വ്യക്തിയുടെ പേര് അറിഞ്ഞിരിക്കേണ്ടതിന്റെ മിനിമം കോമൺ സെൻസ്. അതെ, സർ. എന്റെ പേര് നീ ഒന്ന് പറ. സോറി സർ. ഇനിയിപ്പോ നീ എന്റെ അടുത്ത് ജോലിക്ക് വന്നാലും ഞാൻ നിന്റെ അടുത്ത് ജോലിക്ക് വന്നാലും ആരുടെ അടുത്ത് ജോലിക്ക് വന്നാലും അറ്റ്ലീസ്റ്റ് അവന്റെ പേരെങ്കിലും അറിഞ്ഞിരിക്കേണ്ട മിനിമം ബാധ്യതയെങ്കിലും ഇല്ലേ? അതെ സർ, അറിയേണ്ടതാണ്. ഇതിനെയാണ് ഇറസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് പാടില്ല. എന്റെ പേര് ബാബി. ഞാൻ സ്ഥാപിച്ച കമ്പനിയുടെ പേര് ഇൻഡോ ബാങ്കോക്ക് കമ്പനി. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് സ്ഥലമൊക്കെ ചുറ്റി കാണിച്ച് അവർക്ക് എന്ത് വേണോ അതൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് നിന്റെ പണി. അതാണ് നിന്റെ ബാധ്യത, അതാണ് നിന്റെ ജോബ്. നോക്ക്, കസ്റ്റമേഴ്സ് ആണ് എന്റെ ദൈവങ്ങൾ. കസ്റ്റമേഴ്സിന് വേണ്ടി സ്വന്തം സ്റ്റാഫിനെ മർഡർ ചെയ്യാൻ പോലും മടിക്കാത്തവനാണ് ഞാൻ. ഓൾറെഡി ഞാനത് പറഞ്ഞിട്ടുണ്ട് സർ. നീ ഏത് ടോണിൽ പറഞ്ഞിരിക്കുന്ന എനിക്ക് അറിയാടാ. ഞാനൊരു അലവലാതെയാണ് നീ പറഞ്ഞാണോ അല്ലേ? ഹി സ്പോക്ക് വെരി ഹൈ അബൌട്ട് യു. ആഹാ, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നല്ലോ. ടൂറിസ്റ്റുകൾക്ക് അതൊരു ഹെൽപ്പ് ആവും. ഡേയ്, ശരണ്യ ട്രെയിനിങ് കൊടുക്ക്, റൂമും കാണിച്ചു കൊടുക്ക്. ഓക്കെ സർ. ഓക്കെ. ഇതിന് മുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. ഈ ഏരിയയെ സുഖംവിത് സോയ് 18 എന്ന് പറയും. സോയ് എന്ന് വെച്ചാൽ റോഡ്. വാ, ഇതാണ് നമ്മുടെ സർവീസ് അപ്പാർട്ട്മെന്റ്. കമ്പനി ഇത് റെന്റിന് എടുത്തിരിക്കുക. എപ്പോ വേണമെങ്കിലും പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവരാം. ആരും ഒന്നും പറയില്ല. നന്നായി എൻജോയ് ചെയ്യും. പക്ഷെ ഒരു ദിവസം മുമ്പ് എന്നോട് പറയണം, ഇല്ലെങ്കിൽ ഞാൻ നീ തമ്മിൽ ക്ലാഷ് ആവില്ലേ? എന്ന് പറയുമ്പോൾ ഇവിടെ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നില്ലെങ്കിൽ താമസിക്കാൻ പറ്റില്ലേ? ഓ പറ്റും. ഫെസിലിറ്റി ഈസ് ദെയർ, യൂസ് ചെയ്തോളൂ. താങ്ക് യു. പോകാം. എങ്കിൽ വാ. Tell your girlfriends got me. It's about time to get rowdy. You know I wanna work that body. Come work it over here. You can be my brown-eyed beauty. And I bet you see right through me. You can do anything to me. Hey ശരൺ, ലവ് അഫെയറാ? ഹേയ് പറയടാ, പറ, come on, പറ. One side love. ഏതാണ് പെൺകുട്ടി? Got my eyes on you. Once you bring that back to me. Got my eyes on you. ഇതാണ് പാക് ബാങ്ക് സ്ട്രീറ്റ്. ഇവിടെ തായ് ബോക്സിംഗ് വളരെ ഫേമസ് ആണ്. സോറി ബോൾ. മലയാളവാ? എന്താടാ നീ നോക്കുന്നത്? തല കുനിക്കാൻ. ഡൗൺ. ഇങ്ങനെ നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നോക്കുന്ന എന്താടാ? ഇങ്ങനെ നോക്കരുത്. तुम कौन रे? हाँ बोल. ठीक है, ओके, ठीक है. मेरे को वो माल चाहिए. ओके, इट्स माय रिस्क. ओके. Where is he? നിങ്ങൾ എന്തിനാ അവിടെ പോയത്? ആ സ്ട്രീറ്റിൽ നിങ്ങൾക്ക് എന്താ പണി? റൗഡികളുടെയും മറ്റും കേന്ദ്രമാണ് ഇവിടം. കൊന്നിട്ടാൽ പോലും ആരും ചോദിക്കാനുണ്ടാവില്ല. ഇനി അവിടെ പോകുന്നവരെ ഞാൻ തന്നെ പിടിവെച്ചോലും. ട്രിവാൻഡ്രത്ത് നിന്നൊരു ഫാക്സ് വന്നിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് കസ്റ്റമേഴ്സ് വരുന്നു. ദി മൾട്ടി മില്യണർ മിസ്റ്റർ കാർത്തികേയൻ, കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകൾ സഞ്ജന 19F. അവളുടെ കൂടെ 4 ഫ്രണ്ട്സ്, ആകെ 5 Fഉം കൂടാതെ ഒരു 48 Mഉം വരുന്നുണ്ട്. തായ് എയർവേസ് ഫ്ലൈറ്റ് കറക്റ്റ് ടൈം എപ്പോഴാണെന്ന് അറിയണം. അവർക്കൊന്നിനും ഒരു കുറവും വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഡെഫിനറ്റായിട്ടും ആ മുമ്പിൽ വരുന്നത് സഞ്ജന അല്ലേ? വെൽക്കം ടു ബാങ്കോക്ക് മിസ്റ്റർ സുബ്രഹ്മണ്യ സർ. ഓ, അത് ഞാൻ തന്നെ. ഐ ആം ബോബി, ഇൻഡോ ബാങ്കോക്ക്. നിങ്ങൾ വളരെ ഷോർട്ട് ആണല്ലോ. ഉയരമുണ്ടെന്നാണല്ലോ അവർ പറഞ്ഞത്. അവരുദ്ദേശിച്ചത് ബോഡിയെ കുറിച്ചായിരിക്കില്ല. കറക്റ്റ്.
ഫോൺ അടിക്കുന്നു. ഓ താങ്ക് യു ബോസ്. സാർ ജസ്റ്റ് ഇപ്പൊ ലാൻഡ് ചെയ്തോളൂ സാർ. ഈ ബാങ്കോക്ക് എത്ര പുണ്യം ചെയ്ത സ്ഥലമാണ് സാർ. സഞ്ജനമോളുടെ കാല് പതിഞ്ഞില്ലേ ഇവിടെ ഈ മണ്ണില്. ഇയാളൊരു പക്കമേളക്കാരനാണെന്ന് തോന്നുന്നു. അതെ കൈമണി. ഹലോ മാം, വെൽക്കം ടു ബാങ്കോക്ക്. Who are these guys? എന്റെ സ്റ്റാഫ് മാഡം 24 hours നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്ത് പറഞ്ഞാലും കേൾക്കും, പറയുന്നത് പോലെ തന്നെ ചെയ്യും. Get the luggage. വരും മാഡം, ഗസ്റ്റ് ഹൗസിലേക്ക് പോവാം. Let's go, girls. വാലിന് കുറച്ച് നീളം കൂടുതലാ. പതുക്കെ മുറിച്ചാ മതി. വെതർ റിപ്പോർട്ട് കേട്ടു സാർ. വെരി ഗുഡ്. ഒരു പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് ആയാൽ മോളെ പുറത്ത് വിടുകയില്ല. വരൂ മാഡം, ഇതാണ് നിങ്ങൾ കൊണ്ട് ബുക്ക് ചെയ്തിരിക്കുന്ന ഗസ്റ്റ് ഹൗസ്. Wow, this is beautiful. റൂം ഒക്കെ വലുതാണല്ലോ അല്ലേ? വലുതാണ്. നമുക്ക് കൺജസ്റ്റഡ് റൂംസ് ഒന്നും ഇഷ്ടപ്പെടുകയില്ല. Marvelous. സാർ അകത്തേറി നോക്കിക്കോളൂ. Come, let's have a look. എന്താ സാർ, ഈ പൂളിലെ വാട്ടർ നല്ലതല്ലേ? അതെ സാർ. ആവശ്യമുള്ളപ്പോൾ ഹീറ്റ് ആക്കാൻ അകത്ത് ഹീറ്റേഴ്സ് ഒക്കെ ഉണ്ടോ? ഉണ്ട് സാർ. എത്ര ടെമ്പറേച്ചർ വേണോ അത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ വെരി പറ്റും. ഗുഡ്. ഏത് അർദ്ധരാത്രിയിൽ മൂട് വന്ന് ചാടിയാലും വെള്ളം തണുത്തിരുന്നാൽ മോക്ക് വിറയ്ക്കും. വിറക്കില്ല, വിറയ്ക്കാൻ സമ്മതിക്കില്ല. അത് ശരി. എല്ലാവർക്കും റൂം കാണിച്ചു കൊടുക്ക്. വേണ്ട സെലക്ട് ചെയ്യട്ടെ. Hi, Dad. The guest house is very nice, but the swimming pool is not attached to the bedroom. Hey, boy. Just wait. Dad, I will call you back. Dad, നിന്റെ ടിപ്പ്. വേണ്ട മാം. ഏയ്, ടിപ്പാണ് തരുന്നത്. Got it? വേണ്ട, സാരമില്ല. എന്താ ഇത് പോരുന്നുണ്ടോ? ഇതുകൂടി വെച്ചോ. ഞാൻ ടിപ്സ് വാങ്ങിക്കാറില്ല. എന്താ വാങ്ങാത്തത്? എനിക്കത് ശീലമില്ല. എന്നാൽ അത് ശീലിച്ചോ. 10,000 bucks. Take it. നാടല്ലല്ലോ ഇത്. നിങ്ങൾക്ക് ആവശ്യം വരും, എടുത്തു വെച്ചോളൂ. Dad, this travel agency guide is not taking my tips. ആരാടാ അവൻ? മോള് ടിപ്പ് വന്നിട്ട് വാങ്ങാത്ത ആരാ? ഞാനാണ് സാർ. നീയാണോ? എന്താ വാങ്ങാഞ്ഞേ? എനിക്ക് വേണ്ട. നീ ആരാടാ വേണ്ടെന്ന് പറയാൻ? മോള് തന്നാൽ വാങ്ങിയിരിക്കണം. വേണ്ടെങ്കിൽ അത് വാങ്ങിച്ച് എനിക്ക് തന്നേക്ക്. നടക്കണം അങ്ങോട്ട്. ശരൺ ചെല്ല്. ഓ, നീ ചെയ്യുന്ന ജോലിക്ക് ടിപ്പ് വാങ്ങില്ലെന്നോ? ഓ ജാടയാ. എന്താ നിന്റെ പേര്? ശരൺ. എന്താ? ശരൺ. ആ ക്യാഷ് എടുത്തിട്ട് പോ. പണം എല്ലാവർക്കും ആവശ്യമാണ്. പണം കൊടുക്കാം, എറിയരുത്. അങ്ങനെ എറിഞ്ഞ പണം എനിക്ക് വേണ്ട. എനിക്കെന്തിനാ വരുന്നേ? കയ്യിലിരിക്കട്ടെ, ആവശ്യം വരും. എടാ എനിക്കെന്തിനാ വല്ലവരുടെയും പണം? ഇതുകൂടെ കൊണ്ടുപോ. സുബ്രഹ്മണ്യം സർ. അയ്യോ മോളെ, ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു റെഡ് സ്കെച്ച് പെൻ എടുത്തിട്ട് അവന്റെ പേര് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. കൊന്നേക്കട്ടെ മോളെ. മോള് സമാധാനപ്പെടും. ഗണ്ണ് ഏർപ്പാടിയാ. ഹലോ, ഒരു ഡബിൾ ബാരൽ ഗണ്ണും 2 ബുള്ളറ്റും. ഒന്ന് മിസ്സായ ഒന്ന് വേണ്ടേ? ഏയ് ശരൺ, നീ പറഞ്ഞതുപോലെ നിന്റെ ഏഞ്ചൽ അത്ര സ്മൂത്ത് അല്ല. ചെറിയ കുട്ടിയല്ലടാ, വിട്ടേക്ക്. ചെറിയ കുട്ടിയോ? 19 F. 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ 29 F ആവും. ഇതുപോലെ തന്നെ തള്ളയാവും. No, 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 no. Hey. Not to me, not to me, not to me. They call me, not to me. Touch me, Hey, touch me. look at that. Touch me. You want massage, massage, massage. Not to me, not to me, not to me. He or she is not to me. Hi, you are from India? Yes. I love India. Thank you. Father India, mother Thailand, single me. സുഖമാണോ? 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 ദൈവമേ, ദേ പച്ചവെള്ളം പോലെ മലയാളം പറഞ്ഞു കേട്ടില്ലേ? യു നോ മലയാളം? Little bit. What's your name? Nachmi. ലക്ഷ്മി നാടാ. No. Nachmi. Hey, Nachmi, God, don't touch me. Are you boy or lady? I am not boy. Before I boy, after operation, lady boy. What is difference you and me? Say. നിങ്ങൾ രണ്ടൊരു സെയിം. You want show? What show? Ping pong show. Ping pong? See, ladies, sexy ladies, beautiful ladies, live show, ping pong show, super performance. Don't go, ladies. Hey, ping pong. ലൈവ് ഷോ എന്താടി? Ping pong show, live show. Hey, you come. അമ്മോ, സത്യമാണോടെ? Yeah. എവിടാടി? You come with me. Subramaniam sir. ആ മോളെ മോളെ. Yeah, this is address. Phone me. ഹലോ. Hi, Dad. ഹായ് മോളെ, എങ്ങനെയുണ്ട്? Wonderful, Daddy. ഹൗ ഇസ് ബാങ്കോക്ക്? Good, Dad. സത്യം പറയട്ടെ, നീ ഇല്ലാത്തോണ്ട് എന്തോ പോലെയാടാ. Don't worry, Dad. സത്യമാടാ.
എനിക്ക് ഈ ബിസിനസ്സും പണമൊന്നും ഒന്നും അല്ലടാ. യു ആർ ദ ട്രഷർ ഓഫ് മൈ ലൈഫ്. എനിക്ക് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അങ്ങനെയൊക്കെ പറയും. നാളെ ഒരുത്തം വരുമ്പോ അവന്റെ കൂടെ അങ്ങ് പോവില്ലേ നീ? നോ ഡാഡ്, എന്നെ ആരാ സഹിക്കുന്നത്? ശരിക്കും മാരേജ് എന്ന ഐഡിയ തന്നെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ആരെങ്കിലും വന്ന അവന്റെ കാര്യം പോക്കാം. ക്ലീൻ ബൗൾഡ്. 1 minute ഡാഡ്. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഐ ഹാവ് സീൻ യു സംവെയർ. ടെൽ മീ ഡാഡ്. ആരാ മോളേത്? നത്തിങ്, സം ട്രാവൽ ഏജൻസി ഗൈഡ്. എന്നെ ഓർമ്മിക്കുന്നുണ്ട്. ഇന്ന് ഓർമ്മ വന്നു, നാളെ കെട്ടിപ്പിടിച്ചു വരും. സ്പെഷ്യൽ കോഫി. ഡാഡ്, ഐ വിൽ ജസ്റ്റ് കോൾ യു ബാക്ക്. ആ ഓക്കെ മോളെ. എന്താ സൗകര്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ബോബി. ആ മാഡം. മോളെ ഇവരൊക്കെ നിങ്ങളുടെ ബോയ്സ് അല്ലേ? അതെ, ബോയ്സ് ആണ് മാഡം. ഇവരെ കണ്ടാൽ എന്താ തോന്നുകയെന്നറിയോ? ഞങ്ങൾ ബാങ്കോക്കിലേക്ക് വന്നതുപോലെ അല്ല, ഇവര് ഞങ്ങൾ പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ട് ബാങ്കോക്കിലേക്ക് ഒരു ട്രിപ്പ് വന്നതുപോലെ ഉണ്ട്. സുബ്രഹ്മണ്യം സർ, മോളെ ഇവർക്കൊക്കെ ഡ്രസ് കോഡ് ഉണ്ടാവണം. ഞങ്ങളൊക്കെ റിച്ച് ഗേൾസ് ആണെന്നും ഇവരൊക്കെ ഞങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ബോയ്സ് ആണെന്നും കാണുന്നവർക്ക് ക്ലീൻ ആയി മനസ്സിലാവണം. അണ്ടർസ്റ്റാൻഡ്? യെസ് മോളെ. പ്ലീസ് ചേഞ്ച് ദ ഡ്രസ്. ശരി മോളെ, ശരി.